പല്ലിന്റെ നിറം ശരിക്കും വെള്ള തന്നെയാണോ? വായോ നമുക്ക് നോക്കാം. ആദ്യം കുട്ടികൾ വരക്കണ പോലെ ഒരു തുറന്നു പിടിച്ച വായ വരച്ചേ. അയ്യേ, ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കണ്ട. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. സെന്ററിൽ വെർട്ടിക്കലി ഒരു ലൈൻ വരച്ച് ഇനി രണ്ട് സൈഡിലും ഷേപ്പുകളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. മേൽചുണ്ടിലെ ലൈനിന് താഴോട്ടൊരു വളവും കീഴ്ചുണ്ടിന് മേലോട്ടൊരു വളവും ഉണ്ടാവും. ഇതുപോലെ ഇനി രണ്ട് കോർണറും ഉള്ളിലേക്ക് ചെരിച്ച് രണ്ട് ലൈൻസും കൂടി വരക്കുക. ഇനി പല്ലുകളുടെ താഴ്ഭാഗം വരച്ചെടുക്കുക. ഇത് മുന്നിലെ പല്ലിന് വീതി കൂടിയിട്ടും കോർണറിലേക്ക് എത്തുന്തോറും വീതി കുറച്ചും വരക്കണം. ഇനി ഇതേ പൊസിഷനിൽ തന്നെ കുറച്ച് മുകളിലായി പല്ലിന്റെ മോൾ ഭാഗവും വരച്ചു കൊടുക്കുക. അടിയിലെ പല്ല് കുറച്ച് വലുപ്പം കുറച്ച് വരക്കണേ. ഇനി ഷെയ്ഡിംഗ് തുടങ്ങാം. പല്ല് മോണയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും രണ്ട് ചുണ്ടിന്റെ ഉൾഭാഗങ്ങളും കൂടുതൽ ഡാർക്ക് ആക്കണം കേട്ടോ. പിന്നെ വായിന്റെ ഉൾഭാഗം ആ മൂലകൾ ഉൾപ്പെടെ നല്ലോണം ഡാർക്കും ചെയ്യുക. ഇനി ഒരു എക്സ്ട്രാ ഡാർക്ക് പെൻസിൽ എടുത്ത് ഷാഡോസ് ഒക്കെ ഒന്നുകൂടി ഡാർക്ക് ആക്കി കൊടുക്കുക. ഹൈലൈറ്റ്സ് അഥവാ വൈറ്റ് ഏരിയ വിടാൻ മറക്കരുത്. ഇനി ചുണ്ടിൽ ഇങ്ങനെ കുറച്ച് ടെക്സ്റ്റേഴ്സും ആഡ് ചെയ്യാം. ഇനി ഒരു പേപ്പർ സ്റ്റമ്പോ ബഡ്സോ എടുത്ത് പല്ലുകളുടെ വക്ക് ഭാഗങ്ങൾ ഒഴിവാക്കി ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി പറ, പല്ല് ശരിക്കും വെള്ളയാണോ?